നമസ്കാരം. അമിത്ഷാ ഉറഞ്ഞു തുള്ളുകയാണ്. കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുകയാണ് അമിത്ഷാ. കർണാടകയിലെ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകിയെന്ന് ആരോപിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത്. കോൺഗ്രസ് എല്ലായ്പ്പോഴും പിന്നോക്ക വിഭാഗങ്ങൾക്ക് എതിരായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കർണാടകയിലെ പോലെ ഹരിയാനയിലും മുസ്ലിം സംവരണം നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കട്ടായം പറയുന്നുണ്ട്. അധികാരത്തിൽ വന്നാൽ ഹരിയാനയിൽ മുസ്ലിം സംവരണം നടപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രചരണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഈ മറുപടി. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് കോൺഗ്രസ് നടത്തുന്ന പ്രീണന രാഷ്ട്രീയത്തെക്കുറിച്ചും BJP എപ്പോഴും വാചാലരാകുമെന്നും അത് തുറന്നു കാട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിയാനയിൽ നടന്ന റാലിയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. 1957 കാക്കാലേക്കർ കമ്മീഷൻ റിപ്പോർട്ട് പരാമർശിക്കുകയും അതിന്റെ ശുപാർശകൾ നടപ്പാക്കാൻ കോൺഗ്രസ് കാലതാമസം വരുത്തുകയും ചെയ്തതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 80 ഇന്ദിരാഗാന്ധി മണ്ഡൽ കമ്മീഷനെ ഉപേക്ഷിച്ചു. 90 അത് അവതരിപ്പിച്ചപ്പോൾ രാജീവ് ഗാന്ധി OBC സംവരണത്തെ എതിർത്തു. അപ്പോ 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം മാത്രമാണ് ദളിതുകളുടെയും ദരിദ്രരുടെയും പിന്നോക്കക്കാരുടെയും സർക്കാർ നിലവിൽ വന്നതെന്നാണ് അമിത്ഷാ പറയുന്നത്. 71 ക്യാബിനറ്റ് മന്ത്രിമാരിൽ 27 പേരും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് എന്ന വസ്തുതയും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. ഹരിയാനയിൽ മുസ്ലിം സംവരണം അനുവദിക്കില്ലെന്ന് താൻ ഉറപ്പു നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതാണ് തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കർണാടകയിൽ സർക്കാർ പിന്നോക്ക സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുകയാണെന്നാണ് ആക്ഷേപം. ഹരിയാനയിൽ കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയം തന്നെയാണ് പുറത്തെടുക്കുന്നത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. BJPയെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് പ്രവർത്തനങ്ങൾ അത്രയും. അപ്പോ ഈ ഒരു നീക്കത്തിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് അമിത്ഷാ തിരിച്ചടിച്ചത്. അതേസമയം മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടി അധികാരത്തിലുള്ള ആന്ധ്രാപ്രദേശിലേക്ക് ഷായെ നയിച്ചുകൊണ്ട് കോൺഗ്രസ് ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. TDP BJPയുടെ സഖ്യകക്ഷിയാണ്. മുസ്ലിങ്ങൾക്കുള്ള സംവരണം കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി നടക്കുന്നുണ്ട്. തങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു, അത് തുടരാൻ ഉദ്ദേശിക്കുന്നുവെന്നാണ് നാരാ ലോകേഷ് പറഞ്ഞത്. കോൺഗ്രസ് എക്കാലത്തും പിന്നോക്ക വിഭാഗങ്ങൾക്ക് എതിരായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന ആരോപണമാണ് ആഭ്യന്തരമന്ത്രി ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് കോൺഗ്രസുകാർക്ക് OBCക്കാരെ കുറിച്ച് ഓർമ്മ വരാറുള്ളത് എന്നും അമിത്ഷാ വിമർശിക്കുന്നുണ്ട്. കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, സൈനിക് സ്കൂളുകൾ, നീറ്റ് പരീക്ഷ എന്നിവയിലെല്ലാം OBC വിഭാഗത്തിന് 27% സംവരണം നൽകാൻ മുൻകൈയെടുത്തത് മറ്റാരുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നാണ് അമിത്ഷാ ഊന്നി പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP OBC കമ്മീഷനെ അംഗീകരിക്കുക മാത്രമല്ല ചെയ്തത്, പകരം ഭരണഘടനാപരമായ സംവരണം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ ഇന്ന് BJPയിൽ വലിയ പ്രതീക്ഷയാണ് പുലർത്തുന്നത്. അവർ BJPയിൽ തന്നെയാണ് അടിയുറച്ച് വിശ്വസിക്കുന്നത്. വികസനം എന്ന വലിയ ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ കോൺഗ്രസ് ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടിയോ നാടിനു വേണ്ടിയോ വികസനം ഉണ്ടാക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നും അമിത്ഷാ പറയുന്നുണ്ട്. ഹരിയാനയിലെ 90 നിയമസഭാ സീറ്റുകളിലേക്ക് ഈ വർഷം അവസാനമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭൂരിപക്ഷ വികാരത്തെ മാനിക്കാതെയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തികൾ വലിയ തിരിച്ചടി മാത്രമേ സമ്മാനിക്കൂ എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മികച്ച നീക്കങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത്. എല്ലാ രംഗത്തും വമ്പൻ നേട്ടങ്ങൾ തന്നെയാണ് രാജ്യം കൊയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ മേഖലകളിലും ഇന്ത്യയുടെ വിജയം നമുക്ക് പ്രകടമാണ് താനും. അതിന് മറ്റൊരു ഇടം തേടേണ്ട കാര്യവുമില്ല. ലോക പ്രശംസ ഇന്ത്യയെ തേടിയെത്തുന്നത് വെറുതെയല്ല എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. അതിനിടെ നഗരമേഖലകളിലെ പാവപ്പെട്ട സ്ത്രീകളെ ശാക്തീകരിക്കാൻ ഒരു നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരുന്നുവെന്ന വാർത്തയും ഈ അടുത്ത് പുറത്തു വന്നിരുന്നു. കർഷകർക്ക് മറ്റുമുള്ള സാമ്പത്തിക സഹായം നേരിട്ട് അക്കൗണ്ടുകളിൽ എത്തിക്കുന്നത് പോലെ തന്നെ ഈ സഹായവും അർഹരായവരിൽ നേരിട്ടെത്തിക്കുന്ന തരത്തിലാണ് പദ്ധതികൾ ആലോചിക്കുന്നത്. കുടുംബങ്ങളിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളുടെ കൈകളിലേക്ക് നേരിട്ട് പണം എത്തുന്നതിലൂടെ ഇവരുടെ സാമ്പത്തിക ക്രയവിക്രയം സജീവമാകുമെന്നും പറയുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാർ മെച്ചപ്പെട്ട വിപുലമായ പദ്ധതികളിൽ ഊന്നിയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിന്റെ ഫലം ഇന്ത്യൻ ജനതയ്ക്ക് ലഭിക്കുകയും ചെയ്യും. കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ ശക്തമായി നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് അമിത്ഷാ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും എന്താകും ഭാവി, എന്തൊക്കെയായിരിക്കും കോൺഗ്രസിനെ കാത്തിരിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.